നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലമാണ്, ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണവും അതിന്റെ ഭാഗമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. സദ്യകാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ ഉണ്ട്. വിദഗ്ധ എൻഡോക്രൈനോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഓണക്കാലമാണ്, സന്തോഷത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ മലയാളികൾ ഒട്ടും പിന്നോട്ടേക്കല്ല. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ആരോഗ്യ സംരക്ഷണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ഈ ഓണക്കാലം അഥവാ നമ്മുടെ സ്വന്തം സദ്യക്കാലം എങ്ങനെയാണ് ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ആദ്യമായി ഒരു നല്ല ഓണം എല്ലാ വ്യക്തികൾക്കും, എല്ലാ ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ഓണം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മളുടെ സുഹൃത്ത് ചോദിച്ച മാതിരി പ്രമേഹ രോഗത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതിൽ പ്രത്യേകിച്ച് കേരളം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഏകദേശം 1/4 24% വ്യക്തികൾക്ക് പ്രമേഹ രോഗമുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓണം വരുമ്പോൾ ഓണം പ്രമേഹ രോഗികൾ ആഘോഷിക്കരുത് എന്നില്ല, തീർച്ചയായിട്ടും ആഘോഷിക്കാം. ആ ആഘോഷത്തിനും ഒരു പരിമിതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഓണത്തിന് മുമ്പ് അവരുടെ ഷുഗറിൻ്റെ കൺട്രോളിൻ്റെ തോത് നല്ല രീതിയിൽ പോയാൽ തന്നെ അത് സാധ്യത കുറവാണ്. ഇൻ്റർനാഷണലി നല്ല ഒരു നിയന്ത്രണത്തിലുള്ള പ്രമേഹം കിട്ടുന്നത് ഏകദേശം 40% വ്യക്തികൾക്കേ ഉള്ളൂ. ഈ 40% വ്യക്തികൾ ഓണസമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ നിയന്ത്രണം വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപൂർവമായിട്ടെങ്കിലും ഓണസദ്യ അല്ലെങ്കിൽ ഓണത്തിനുള്ള ഭക്ഷണം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയും അപകടങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാം കഴിക്കുന്ന ഓണസദ്യയിൽ കഴിക്കുന്ന ഭക്ഷണം എല്ലാവർക്കും അറിയാം, നല്ല കലോറി അല്ലെങ്കിൽ ഊർജം കൂടുതൽ ഉള്ളതായ ഭക്ഷണമാണ് നാം കഴിക്കുന്നത്. ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ ഈ ഓണസദ്യ കൊണ്ട് ഏകദേശം 2100 മുതൽ 2500 കിലോ കലോറിയാണ് നാം ഭക്ഷിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് കഴിക്കേണ്ടത് ഏകദേശം 1200 മുതൽ 1800 2000 ഒരു ദിവസം കഴിക്കേണ്ടതുള്ളൂ. പക്ഷേ ഈ ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പിന്നെ അന്ന് ഒരു ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അത് ശരിയല്ല. ഒരു ഏറ്റവും കൂടുതൽ എമൗണ്ട് ചെറിയ നേരം കൊണ്ട് കഴിക്കുകയും മറ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു പ്രവണതയും ശരിയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് ഇതിന് പ്രതിവിധി എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, തീർച്ചയായിട്ടും ഓണം ആഘോഷിക്കണം. കഴിക്കുന്നതായ എല്ലാ ഭക്ഷണവും അത് മിതത്വത്തിലാക്കാൻ നോക്കുക. മിതത്വത്തിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ കറികൾ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണമാണ് ഓണസദ്യ എന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അപ്പോഴും ഭക്ഷണത്തിൻ്റെ ചോറിൻ്റെ അളവ് കുറച്ചു, കറികളുടെ ഉപയോഗിക്കേണ്ട എന്നില്ല, അതിലും ഒരു മിതത്വം പാലിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ വില്ലൻ ഇതൊന്നല്ല. വില്ലൻ എന്താണ്? ഇതിനു ശേഷം പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുന്ന വ്യക്തി മിനിമം 3 പായസമാണ് ഉപയോഗിക്കുന്നത്. 3 പായസം നമ്മൾ കുറച്ചെടുത്താൽ തന്നെ 100 ml ആവട്ടെ 200 ml ആവട്ടെ, അതെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു കലോറി നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുകയാണ്.
അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം മധുരമുണ്ട്. അതോടുകൂടെ തന്നെ നെയ്യ് ചേർക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട് എന്ന് തുടങ്ങി കുറേ ഹൈ കലോറി ഡയറ്റാണ് നാം കഴിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാം? പായസം പാചകം ചെയ്യുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ വരുത്താം. എന്തൊക്കെയാണ് വ്യത്യാസം വരുത്താൻ കഴിയുന്നത്? മധുരം മിതത്വത്തിലാക്കാൻ നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ ചായയിൽ പഞ്ചസാര ഇടാത്ത ഒരു ടെൻഡൻസി ഒന്നും അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഉപയോഗിക്കാം, അതിനും മിതത്വം മതി. അതുപോലെ തന്നെ പായസത്തിലും മധുരം ചേർക്കാം, പക്ഷേ അധികം അല്ലെങ്കിൽ അമിതമാവാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എമൗണ്ട് കുറയ്ക്കുകയും അത് പാചകം ചെയ്യുന്ന രീതി അധികം കൊഴുപ്പ് ചേർക്കുന്നതോ നെയ്യ് ചേർക്കുന്നതോ അണ്ടിപ്പരിപ്പ് ധാരാളം ഇടുന്ന രീതിയിലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കുക്കിങ്ങിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാലും നമുക്ക് അതിൻ്റെ കലോറി വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇലക്കറികൾ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇലക്കറികളോട് കൂടെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നല്ലൊരു ശതമാനം, ഒന്നുകൂടെ പറയട്ടെ, കുറയ്ക്കുക, മിതമാക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ പാചകം ചെയ്യുന്ന രീതിയിലും വ്യത്യാസപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറ്റൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പ്രത്യേകിച്ച് പായസം പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് അങ്ങ് കൂടും. പെട്ടെന്ന് കൂടി കുറച്ച് നേരം നിന്ന് അതിനുശേഷമാണ് താഴ്ത്തു വരിക. അതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ ഒരു നല്ല ശതമാനം വ്യക്തികൾക്ക് ഒരു വ്യത്യാസം വരുന്ന കാര്യം വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ആഹാരം കഴിച്ച് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അല്പമെങ്കിലും ഒരു 10 സ്റ്റെപ്പോ 50 സ്റ്റെപ്പോ ചെറിയ രീതിയിലോ വ്യായാമം നടക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ളതായ ഷുഗർ അമിതമായി വളരെ അധികം കൂടിപ്പോയിക്കൊണ്ടുള്ളതായ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ ഒരു ഭാരിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ചെയ്യാനല്ല സൂചിപ്പിച്ചത്. ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഷുഗറിൻ്റെ ഹൈക്ക് നമുക്ക് കുറച്ച് നിർത്താൻ കഴിയും. മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്, പ്രമേഹമുള്ള വ്യക്തികൾക്ക് അമിതമായി ക്ഷീണം അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള ഫുഡിന് ശേഷം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ലളിതമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതായ ഗ്ലൂക്കോമീറ്ററിൽ അവരുടെ ഷുഗർ പരിശോധിച്ച് നോക്കി നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് വളരെ മോശമായ രീതിയിൽ ഷുഗർ പോയിട്ടില്ല എന്നുള്ളത്. അത് സിമ്പിളായിട്ട് എല്ലാവരുടെ വീട്ടിലും എനിക്ക് ഏകദേശം ഉറപ്പുണ്ട്, നല്ലൊരു ശതമാനം വ്യക്തികളുടെ വീട്ടിലും ഗ്ലൂക്കോമീറ്റർ ലഭ്യമാണ്. അതുകൊണ്ട് അത് നോക്കി വെച്ചാൽ നമുക്ക് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പും ചില വ്യക്തികൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചില വ്യക്തികൾ ചെയ്യാറുള്ളത്. ഇതോടുകൂടി തന്നെ ചില ഡോക്ടർമാരുടെ ഉപദേശങ്ങളുണ്ട്, തെറ്റില്ലാത്ത ഉപദേശങ്ങളാണ്. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഷുഗർ നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ ഇൻസുലിൻ്റെ അളവ് ചെറിയ രീതിയിൽ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഒരു നല്ലൊരു ഡയബറ്റിക് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇത്തരത്തിലുള്ളതായ ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് രത്നച്ചുരുക്കം പറയുകയാണെങ്കിൽ, പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും ഓണം ആഘോഷിക്കാം. അതോടുകൂടെ തന്നെ ഭക്ഷണത്തിൻ്റെയും പാചകത്തിൻ്റെയും ചില വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാം. അവർക്ക് കളിക്കാം, അവർക്ക് ഡാൻസ് ചെയ്യാം, തുള്ളിക്കളിക്കാം, ഇതൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം, ആ സന്ദേശമാണ് ഇതിലൂടെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യം. ഡോക്ടർ പറഞ്ഞത് ഏറെ വ്യക്തമാണ്. നമുക്കറിയാം, ഈ ഒരു സദ്യ കഴിക്കുമ്പോൾ ആവശ്യത്തിലധികം കലോറി ഉള്ളിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം? ഡോക്ടർ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുക എന്നത്. അതോടൊപ്പം തന്നെ വ്യായാമ രീതിയെ പറ്റി ഒന്ന് പറയാമോ? പലരും ഇപ്പോൾ ഈ സദ്യ കഴിച്ചു അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഉറങ്ങുന്നതൊക്കെ ഒരു പതിവ് മലയാളി രീതിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഇത്തരത്തിലുള്ള ഉറക്കം അതൊക്കെ എങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും? അത് ഈ ഒരു പ്രമേഹ രോഗികളെ എങ്ങനെയാണ് കൂടുതലായി ബാധിക്കുന്നത്? ഇത് എക്സസൈസിൻ്റെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ, ഞാൻ മുതിർന്നവരിൽ വരുന്നതായ ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
അമിതമായ എക്സർസൈസ് പാടില്ല. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം ഏത് വ്യക്തിയും, പ്രമേഹ രോഗിയാണോ, ഏത് തരത്തിലുള്ളതായ എക്സർസൈസിന് മുതിരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറായിട്ടൊരു ഡിസ്കഷൻ വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പ്രമേഹ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താ? നമ്മൾ അടുത്ത കാലത്ത് കേട്ട് കാണും. വളരെ ആരോഗ്യവാനായ വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുഭൂരിപക്ഷം വ്യക്തികൾക്കും ഹൃദ്രോഗമാണ് അതിന് കാരണം. ഹൃദ്രോഗത്തിൻ്റെ രക്തക്കുഴൽ പെട്ടെന്ന് അടയുകയും അതോടുകൂടി തന്നെ അവർക്ക് ഹൃദ്രോഗം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എല്ലാ വ്യക്തികൾക്കും ഒരു ചെറിയ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് TMTയോ മറ്റ് പരിശോധിക്കാൻ നമുക്ക് സാധ്യമുള്ളതല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? ആദ്യമായി എക്സസൈസ് തുടങ്ങുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കുക. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഉദാഹരണമായി ഒരു 2 ഫ്ലൈറ്റ് ഓഫ് അല്ലെങ്കിൽ സ്റ്റെയേഴ്സ്, ഒരു 2 നിലയുടെ സ്റ്റെയേഴ്സിൽ സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ഹൃദയം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അന്നേരം ഈ വ്യക്തികൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറോട് പറയണം ബുദ്ധിമുട്ടുണ്ട്. ആ അവസ്ഥയിലും ചെറിയ രീതിയിലുള്ളതായ എക്സർസൈസായ ഒരു നടത്തം, ഒരു ചെറിയൊരു സ്പീഡിൽ, വലിയ സ്പീഡല്ല, ബുദ്ധിമുട്ടില്ലാത്ത സ്പീഡിൽ നടക്കാൻ വേണ്ടിക്കൊണ്ട് ഡോക്ടറുടെ ഉപദേശം തേടണമെന്നില്ല. പക്ഷേ ഹെവി എക്സസൈസ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഏത് മുക്കിലും മൂലയിലും നമുക്കിവിടെ ജിമ്മുകൾ ലഭ്യമാണ്. ജിംനേഷ്യം ജിമ്മിലെല്ലാം പോയി എക്സസൈസ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറെ സമീപിക്കുകയും ഉപദേശം തേടേണ്ടതും ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു എക്സസൈസ് ആണ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലാറ്റ് സിസ്റ്റം വളരെ വളരെ കോമൺ ആണ് നമ്മുടെ രാജ്യത്ത്. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ സ്വിമ്മ് ചെയ്യുന്നത് നല്ലതാണ്. ആ സ്വിമ്മ് ചെയ്യുന്നത് നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 3 എക്സർസൈസ് വളരെ നല്ലതാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 1 നടത്തം, 2 നീന്തൽ, 3 സൈക്ലിംഗ്. ഇവിടെ എല്ലാം പോകുന്നത് ചെറിയ രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസ് പോകുന്നതിന് മുമ്പാണ് നമ്മളിത് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് തുടങ്ങുന്ന വ്യക്തികളാണെങ്കിലും ആദ്യം സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി നടക്കുമ്പോൾ നാം വളരെ ചെറിയ സ്പീഡ് നടക്കുകയും സമയം ചെല്ലും തോറും സ്പീഡ് കൂട്ടുകയും ഒരു തരത്തിൽ കുറേ നടന്ന് ഒരു സുഖമായി കംഫർട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്പീഡ് കുറച്ച് അത്തരത്തിലുള്ളതായ ഒരു സ്പീഡ് കുറച്ചുള്ള നടത്തും കുറച്ച് നേരം ചെയ്തതിന് ശേഷം നമുക്ക് നിർത്താം. എത്ര നേരം എക്സസൈസ് ചെയ്യണം? നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വടകരയിൽ നിന്ന് ചന്ദ്രനാണ്. ചന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ചന്ദ്രൻജി പറയൂ ചന്ദ്രൻ സാർ. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. സാറേ, ഹലോ. ഞാനൊരു 500 ഡെയിലി ഒരു 500ന്റെ ഗുളിക ഡെയിലി രാവിലെ കഴിക്കുന്നത്. പറഞ്ഞോളൂ. ഇന്ന് രാവിലെ കുറച്ച് നടക്കാൻ തുടങ്ങി. ഹാർബർ ജോലിക്കാരനാണ്, ഹാർബർ ജോലിയുള്ള ആളാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു 3 മാസമായി പണിയൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ എടുത്താണ്. അപ്പൊ ഇന്ന് കുറച്ച് നടക്കാൻ തുടങ്ങിയ കുറച്ച് പ്രയാസം വന്നത്. പിന്നെ അത് ക്ഷീണം കൂടി, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഗുളികേന്റെ എന്താ വെച്ചാൽ എനിക്ക് 200ന്റെ മേലെ എപ്പോഴും ഷുഗർ ഒരുപോലെ വരുന്നുണ്ട്. 200ന്റെ മേലെ ഷുഗർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉച്ചക്ക് കുറച്ച് രാവിലെ 2 ലക്ഷം വിട്ട് എന്തായാലും കഴിക്കും. പിന്നെ ഒരു 12-12:30 ഭക്ഷണം കഴിക്കും, കുറച്ച് ചോറ് കഴിക്കും. പിന്നെ വൈകുന്നേരം 4 മണിന്റെ ആകുമ്പോൾ ചായ എന്തെങ്കിലും ചെറിയൊരു കടി കഴിക്കും. രാത്രി ഒരു 3 ചപ്പാത്തി 3 ദോശയോ കഴിക്കും. അങ്ങനെയാണ് ഉള്ളത്. ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. രാവിലത്തെ ഗുളിക ഭക്ഷണം കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തയ്യാറുണ്ടെങ്കിൽ
ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ മിസ്റ്റർ ചന്ദ്രൻ സുഹൃത്ത് ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ പേരാണ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്ന്. 500 എന്ന് പറഞ്ഞതിനാൽ നമുക്ക് ഊഹിക്കാൻ കഴിയും കഴിക്കുന്ന മരുന്ന് അതാണെന്നുള്ളത്. അത് മെറ്റ്ഫോമിൻ ഗുളിക കഴിക്കുന്ന വ്യക്തികൾക്ക് പ്രമേഹത്തിൻ്റെ തീവ്രത വളരെ ചെറുതാണ്. രോഗിക്ക് ആദ്യ കാലങ്ങളിൽ കൊടുക്കുന്ന മരുന്നാണ് ഈ മെറ്റ്ഫോമിൻ എന്ന മരുന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ തോതിലുള്ളതായ പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് 200 മേലെ ഷുഗർ പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഈ മരുന്ന് മാറ്റേണ്ട സമയമായി. ഇതിനോട് കൂടെ മറ്റ് ചില മൈൽഡായിട്ടുള്ള മെഡിസിൻസ് എന്ന് വളരെ കട്ടിയുള്ള മെഡിസിൻസ് അല്ല, ചെറിയ രീതിയിൽ മെഡിസിൻസ് ഒന്ന് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും 200 എന്നുള്ളത് 200 താഴേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ക്ഷീണം തോന്നുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, ഓണസദ്യ കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഷുഗർ പെട്ടെന്ന് കൂടി താഴുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് പ്രമേഹ രോഗ സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയും ചെയ്യുന്നതായ ഒരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ആ വ്യക്തികൾക്ക് ക്ഷീണം അനുഭവിക്കാൻ അല്ലെങ്കിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, അമ്മാതിരി ഭക്ഷണം, നമ്മുടെ സുഹൃത്ത് കഴിക്കുന്ന ഭക്ഷണം വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് കഴിക്കുന്നത്. അദ്ദേഹം രാവിലെ കഴിച്ചു, അദ്ദേഹം നല്ല അധ്വാനിയാണ്. അതിനുശേഷം അദ്ദേഹം ചെറിയ രീതിയിൽ ഭക്ഷണം രാവിലെ കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം 12 മണിക്ക് എന്തെങ്കിലും കഴിക്കുക. ഒരു പക്ഷേ എൻ്റെ ഒരു ഉപദേശം, അദ്ദേഹം കുറച്ചും കൂടി നേരത്തെ ഒരു 10-11 മണിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമായിരിക്കും. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്നതായ ഊണ് അല്ലെങ്കിൽ ലഞ്ച് നമുക്ക് ഉപയോഗിക്കാം. 4 മണിക്ക് കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഉപദേശം, താങ്കളുടെ ഷുഗർ കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനായിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വലിയ കട്ടിയില്ലാത്തതായ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഷുഗർ 200 താഴെ, പ്രിഫറബിളി 160-ൻ്റെയും 180-ൻ്റെയും അടുത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒരു പരിഹാരമായി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ പേടിക്കേണ്ട കാര്യം മിസ്റ്റർ ചന്ദ്രനില്ല. വളരെ സമാധാനത്തോടിരിക്കുക. വടകരയിൽ നല്ല ആശുപത്രികളുണ്ട്, അവരെ കണ്ട് ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് പരിശോധനകൾക്കും വിധേയമാകണം. മാത്രമല്ല, ഈ കാര്യത്തിൽ കുറച്ചും കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഷുഗർ മാത്രമല്ല മിസ്റ്റർ ചന്ദ്രൻ നമുക്ക് നോക്കേണ്ടത്. അതോടുകൂടി തന്നെ അതുകൊണ്ട് വരാവുന്നതായ പല പല പ്രശ്നങ്ങളുണ്ട്. ആദ്യമായി അവരുടെ കൊഴുപ്പ് എത്രയുണ്ടെന്ന് നോക്കണം, അദ്ദേഹത്തിൻ്റെ BP എത്രയുണ്ടെന്ന് നോക്കണം, അദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കണം. അങ്ങനെയുള്ളതായ ഒരു പറ്റം പരിശോധനകളുടെ ആവശ്യകത താങ്കൾക്കുണ്ട് എന്നുകൂടെ മനസ്സിലാക്കണം. ആ പരിശോധനകളെല്ലാം തന്നെ ഇന്ന് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഒരുവിധം പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ലഭ്യമാണ്. നല്ല രീതിയിലുള്ള ഡയബറ്റിക് ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിശോധനകളെല്ലാം ചെയ്തിട്ടുള്ളൊരു ചികിത്സയാണ് എന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. ഇപ്പോൾ ഓണവിശേഷവും അത് കഴിഞ്ഞുള്ള സദ്യയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടർ, നമുക്കറിയാം ഈ ഓണ ദിവസം, ഓണക്കാലം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. കാരണം എല്ലാ ദിവസവും ഈ ഓണക്കാലം തുടങ്ങുന്നത് മുതൽ നമ്മൾ സദ്യ കഴിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന കാര്യം, ആ ഒരു തവണയല്ലേ, അതങ്ങനെ പോയാൽ മതിയല്ലോ, ആ സന്തോഷം വെറുതെ കളയണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള പല പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഓണക്കാലത്തും അത് കഴിഞ്ഞിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പ്രമേഹമുണ്ട് എന്ന് കരുതി ഒരിക്കലും നമ്മൾ ഒരു ഓണത്തിൻ്റെ ആഘോഷം കുറയ്ക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതിൻ്റെ പ്രമേഹ രോഗം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നോക്കിക്കൊണ്ട് മാത്രമേ ഓണം ആഘോഷിക്കാവൂ എന്നാണ് പറഞ്ഞു വരുന്നത്. നേരത്തെ മാഡം ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഉറക്കം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹമായി വലിയൊരു ബന്ധമുണ്ട്. എന്താണ് പ്രശ്നം? ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങേണ്ടത് ഏകദേശം ഒരു 6.5 മണിക്കൂറായിരിക്കും. 6 മണിക്കൂറാവട്ടെ, ഏകദേശം 7 മണിക്കൂറാവട്ടെ, അവരുടെ വയസ്സിനനുസരിച്ചും അവരുടെ മറ്റ് ശരീരഘടന അനുസരിച്ച് ഇത്രയായിരിക്കണം ഉറങ്ങേണ്ടത്. ഇന്ന് കണ്ടുവരുന്നൊരു പ്രശ്നം, ഉറക്കം
ഈ 2 തരത്തിലാണ് നമ്മൾ ഉറങ്ങുന്നത്. നമുക്കറിയാം നമ്മളുടെ പൂർവികന്മാർ ചെയ്തിരുന്നത് ഒരു ഏകദേശം സന്ധ്യയോടുകൂടെ ഏകദേശം ഭക്ഷണം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, അതിനുശേഷം കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നു. വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം അവരുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് വളരെ ആക്റ്റീവ് ആവുന്നു. ഈ തരത്തിലുള്ളതായ സിസ്റ്റമാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങളിൽ കാണുന്നൊരു പ്രശ്നം, വളരെ നേരം വൈകിയിട്ടാണ് അവർ ഉറങ്ങുന്നത്. ചിലപ്പോൾ 12 മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നത്. എഴുന്നേൽക്കുന്നത് വളരെയധികം നേരം വെളുത്തതിന് ശേഷമായിരിക്കാം, 9 അത്തരത്തിലുള്ളതായ ഉറക്കം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഉറക്കത്തിൻ്റെ സമയവും ടൈമിങ്ങും കറക്റ്റ് ചെയ്യേണ്ടത് പ്രമേഹ രോഗികൾക്ക് നിർബന്ധമാണ്. അത് എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്ത് കിട്ടുകയുള്ളൂ. പലപ്പോഴും നാം കാണുന്നൊരു പ്രശ്നം, ഈ വ്യക്തികൾക്ക് തടിയുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കൂർക്കം വലി ഉണ്ടാകാം. കൂർക്കം വലിയുടെ പ്രശ്നം എന്താ? രാത്രി കാലങ്ങളിൽ അവർക്ക് കിട്ടേണ്ടതായ ഓക്സിജൻ ശരിയായ രീതിയിൽ കിട്ടാതാകുന്ന സമയത്ത് അവരുടെ പ്രമേഹത്തിന് കൺട്രോളിന് പ്രശ്നം വരുന്നു, BP കൺട്രോളിന് പ്രശ്നം വരുന്നു, കൊഴുപ്പിന് പ്രശ്നം വരുന്നു. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല രീതിയിലുള്ളതായ ഉറക്കം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ വരാവുന്നൊരു പ്രശ്നം, വീണ്ടും ഒരു 3 മണിക്കൂർ എക്സ്ട്രാ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിൽ നമുക്ക് ചെന്നുപെടാം. അപ്പം അതൊന്നും നല്ലതല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മാഡം ചോദിച്ച ചോദ്യം, ഈ ഓണം ഇന്ന് കഴിയും. ഓണം ഏകദേശം ഞായറാഴ്ചയോടുകൂടെ ഓണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രമേഹത്തെ നമ്മൾ കൊണ്ട് നടക്കേണ്ടതുണ്ട്. അതിന് ഓണം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ഓണത്തിന് ഒരുവിധം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അത്രയും നമ്മൾ അൺകൺട്രോളായി പോയി കഴിഞ്ഞാൽ, ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ പോയി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ചില ദിവസം ഏകദേശം ഒരാഴ്ചയോട് കൂടി നമുക്ക് ബാക്ക് ടു നോർമലായി വരിക, ശരിയായ രീതിയിൽ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധന വീട്ടിൽ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് പല പരിശോധനകളും ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വ്യത്യാസം കൂടെ വരാൻ സാധ്യതയുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു നാട്ടിൽ, നമ്മളൊക്കെ കേരള നാട്ടിലാണല്ലോ, അവിടെ നാം കണ്ടുവരുന്നൊരു പ്രശ്നം, ഈ പായസത്തിനോട് കൂടെ ഉപ്പ് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഒരു അച്ചാറല്ല, പല അച്ചാർ കഴിക്കുന്നു, ഉപ്പേരി കഴിക്കുന്നു, അതോടൊപ്പം തന്നെ നാം പപ്പടം കഴിക്കുന്നു. അതിൻ്റെ എല്ലാം ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ അധികം ഉപ്പ് അടങ്ങിയിട്ടുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വ്യക്തികൾക്ക് ഒരു പക്ഷേ അവരുടെ പ്രഷറും കൂടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? ഈ ഓണം ആഘോഷം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ പ്രഷറും അവർ നോക്കിയിരിക്കണം. അത് കഴിഞ്ഞ് കൊഴുപ്പും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം കൂടിയിട്ടുണ്ട് എന്ന് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, അവരുടെ വെയിറ്റും കൂടെ നോക്കട്ടെ, അവരുടെ ഭാരം, ശരീരഭാരം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ചില രാജ്യത്ത്, ചില നാട്ടിലെല്ലാം ഏകദേശം ഒരാഴ്ചയാണ് ഈ ഭക്ഷണ കാര്യങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളിലൂടെ എക്സസ് കലോറി നാം കഴിക്കുന്നത്. അപ്പോൾ പ്രമേഹം നോക്കണം, BP നോക്കണം, അവരുടെ വെയിറ്റ് നോക്കണം. ഇതൊക്കെ നോക്കി ഇത് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഇത്രയാണ് ചുരുക്കത്തിൽ പറയുന്നത്. അങ്ങനെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓണക്കാലമാണ്, ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്, അതോടൊപ്പം തന്നെ മധുരം കഴിക്കുന്നതും കൂടിയാണ്, വിഭവസമൃദ്ധമായ ഭക്ഷണം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട് ഈ ഓണക്കാലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സദ്യകാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാറാണ്. നന്ദി ഡോക്ടർ.